So, we are going to see the first topic of first module. നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിലെ ഫസ്റ്റ് ടോപ്പിക്കാണ് കാണാൻ പോകുന്നത്. ആൻഡ് ദ നെയിം ഓഫ് ദ ടോപ്പിക് ഇസ് എക്കണോമിക്സ് ഓഫ് ജനറേഷൻ. ഓക്കെ, സോ നമ്മളൊരു പെർട്ടിക്കുലർ ഏരിയയിലേക്ക് ഇലക്ട്രിസിറ്റി സപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അപ്പം നമ്മൾ അതിന് മുൻപ് ആ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ എന്തുമാത്രം ലോഡ് റിക്വയർമെൻ്റ് ഉണ്ട്, എന്തുമാത്രം ഒരു പെർട്ടിക്കുലർ ഇപ്പോൾ ഒരു പകൽ സമയത്ത് ഒരു 8 മണി അല്ലെങ്കിൽ വൈകുന്നേരം ഒരു 7 മണിയൊക്കെ ആകുമ്പം മിക്കവാറും വീടുകളിലൊക്കെ മാക്സിമം ഡിമാൻഡ് ആവശ്യപ്പെടും, മാക്സിമം ഇലക്ട്രിസിറ്റി ആവശ്യമുണ്ടാവും. അങ്ങനെ മാക്സിമം എന്തുമാത്രം ഇലക്ട്രിസിറ്റി ആവശ്യമായി വരും. ഈ വക കാര്യങ്ങളൊക്കെ നമുക്ക് അറിയേണ്ടി വരും. അതെങ്ങനെ കണ്ടുപിടിക്കും? അത് കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള സ്ഥലത്ത് ഒരു ജനറേറ്റിംഗ് സ്റ്റേഷൻ കൊണ്ടുവച്ച് ആവശ്യാനുസരണം ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇനി അതേപോലെ തന്നെ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ലോഡ് റിക്വയർമെൻറ്റ്സ് എല്ലാ സമയത്തും ഒരേപോലെയല്ല, അത് കണ്ടിന്യൂസ്ലി വേരി ചെയ്യും. അങ്ങനെ കണ്ടിന്യൂസ്ലി വേരി ചെയ്യുന്ന കസ്റ്റമേഴ്സിലേക്ക് ഇലക്ട്രിസിറ്റി ഒരു ഇന്ററപ്ഷനും ഇല്ലാതെ പ്രൊവൈഡ് ചെയ്യുകയും വേണം. സോ ദ പവർ സിസ്റ്റം ഷുഡ് ബി കേപ്പബിൾ ഓഫ് പ്രൊവൈഡിങ് അൺഇൻറ്ററപ്റ്റഡ് സപ്ലൈ സ്മൂത്ത്ലി, ഓൾസോ വിത്തൗട്ട് എനി ഇന്ററപ്ഷൻ ഓൾസോ. അപ്പോൾ നമ്മുടെ ജനറേറ്റിംഗ് സ്റ്റേഷനിൽ ഒരൊറ്റ ജനറേറ്റിംഗ് യൂണിറ്റ് ഉണ്ടായാൽ മതിയാവില്ല. സംടൈം വി നീഡ് ടു ഇംപ്ലിമെന്റ് മോർ ദാൻ 1 ജനറേറ്റിംഗ് യൂണിറ്റ് എന്നും പറഞ്ഞ് നമുക്ക് ഒരുപാട് ജനറേറ്റിംഗ് യൂണിറ്റ് കൊണ്ടുവയ്ക്കാൻ പറ്റില്ല. നമുക്ക് ഇവരെ എല്ലാവരെയും ഓപ്പറേറ്റിംഗ് കോസ്റ്റ്, മെയിൻ്റനൻസ് കോസ്റ്റ് ഒക്കെ വലുതായിരിക്കും. സോ നമ്മുടെ ജനറേഷൻ്റെ കോസ്റ്റ് നമുക്ക് എങ്ങനെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് ചെയ്യാം, അതായത് കസ്റ്റമേഴ്സിന് ആവശ്യമുള്ള ലോഡ് മിനിമം കോസ്റ്റിൽ നമുക്ക് എങ്ങനെ അങ്ങോട്ട് കൊടുക്കാൻ പറ്റും. ഒരു ജനറേറ്റിംഗ് സ്റ്റേഷനിൽ നിന്ന് കസ്റ്റമേഴ്സിന് മിനിമം കോസ്റ്റിൽ കറണ്ട് എങ്ങനെ സപ്ലൈ ചെയ്യാൻ പറ്റും, അതാണ് നമ്മൾ എക്കണോമിക്സ് ഓഫ് ജനറേഷനിൽ പഠിക്കുക. ഓക്കെ, സോ വി വിൽ അപ്പോൾ അതിനു മുൻപ് നമുക്ക് ചില ടേംസ് അറിയേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ടേംസ് ആണ് നമ്മൾ ആദ്യം നോക്കുക. ദ ഫസ്റ്റ് ടേം ഈസ് കണക്റ്റഡ് ലോഡ്. നമ്മുടെ സിസ്റ്റത്തിലേക്ക് കണക്റ്റഡ് ലോഡ് എന്താണെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും? ഇറ്റ് ഈസ് ദ സമ്മേഷൻ ഓഫ് ഓൾ ദി ലോഡ് കണക്റ്റഡ് ടു ദ പവർ സിസ്റ്റം. നമ്മുടെ സിസ്റ്റത്തിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന എല്ലാ ലോഡുകളും അതിൻ്റെ സമ്മാണ് കണക്റ്റഡ് ലോഡ്. ഈ ലോഡ് എന്ന് പറഞ്ഞാൽ അത് എന്തിനെയാണ് നമ്മൾ സം ചെയ്യേണ്ടത്? അതിൻ്റെ റേറ്റിങ്ങിനെയാണ് നമ്മൾ സം ചെയ്യേണ്ടത്. അങ്ങനെ കിട്ടുന്നതാണ് കണക്റ്റഡ് ലോഡ്. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളിപ്പം ഓൺലൈൻ ക്ലാസ് കേൾക്കാനായിട്ട് ഇരിക്കുന്ന റൂം തന്നെ എടുക്കുക. ആ റൂമിൽ എന്തെല്ലാം ലോഡ്സ് കണക്റ്റഡ് ആണ്? അപ്പം ആ റൂമിൽ ഒരു 3 ലോഡൊക്കെ ഉണ്ടെന്ന് വേണമെങ്കിൽ സങ്കല്പിക്കുക. അപ്പം നിങ്ങൾ തന്നെ ചുറ്റിലും നോക്കുക, നിങ്ങൾക്ക് ഷുവറായി ഒരു ഫാൻ എന്തായാലും കാണും ഇല്ലേ, ലൈറ്റിങ്ങും ലൈറ്റ് ലോഡും കാണും, ഒരു ബൾബോ അല്ലെങ്കിൽ ട്യൂബ് ലൈറ്റോ കാണും, അതേപോലെ ചിലയിടത്ത് AC കാണും അല്ലേ. ഇങ്ങനെ 3-ലധികം ലോഡുകൾ ആ റൂമിലുണ്ട്. അപ്പം ആ ഒരു എക്യുപ്മെന്റ് സദാസമയം ഇട്ടാലും ഇല്ലെങ്കിലും ആ ലോഡ് നമ്മുടെ സിസ്റ്റത്തിലേക്ക് കണക്റ്റഡ് ആണ്. എപ്പോൾ വേണമെങ്കിലും നമ്മൾ സ്വിച്ച് ഓൺ ചെയ്താൽ അതിലേക്ക് കറണ്ട് പോകാം. അപ്പം നമ്മുടെ സിസ്റ്റത്തിലേക്ക് മൊത്തത്തിൽ കണക്ട് ചെയ്തിരിക്കുന്ന ലോഡാണ് കണക്റ്റഡ് ലോഡ്. ഓക്കെ, ദെൻ കം മാക്സിമം ഡിമാൻഡ്. അപ്പം എന്താണ് മാക്സിമം ഡിമാൻഡ്? ഇറ്റ് ഈസ് ദ ഹയസ്റ്റ് ഡിമാൻഡ് ഓഫ് ലോഡ് ഓൺ ദി പവർ സ്റ്റേഷൻ ഡ്യൂറിങ് എ ഗിവൺ പീരിയഡ്. അപ്പോൾ ഒരു പ്രത്യേക സമയത്ത് ആ ഒരു പവർ സ്റ്റേഷനിലേക്ക് ചെല്ലുന്ന മാക്സിമം ഹയസ്റ്റ് ഡിമാൻഡ് എത്രയാണോ അതാണ് അവിടുത്തെ മാക്സിമം ഡിമാൻഡ്. ഇപ്പോൾ നമ്മുടെ വീട് തന്നെ എടുക്കുക. നമ്മുടെ വീട്ടിൽ ആലോചിച്ച് നോക്കുക, നമ്മൾ ഒരുവിധം എല്ലാ ലോഡും ഓൺ ആക്കുന്ന സമയം ഏതായിരിക്കും? അപ്പോഴാണല്ലോ മാക്സിമം ഡിമാൻഡ് സംഭവിക്കുക.
അത് ഒന്നുമില്ലെങ്കിൽ ഒരു രാവിലെ നമ്മളെല്ലാവരും ജോലിക്കൊക്കെ പോകുന്ന സമയത്ത് എല്ലാവരും ഓട്ടപ്പാച്ചിലായിരിക്കും. അടുക്കളയിലെ എല്ലാ എക്യുപ്മെന്റ്സും ഓൺ ചെയ്യും. അതേപോലെ വൈകുന്നേരം ഒരു 7 മണി സമയത്തും ഇങ്ങനെ പീക്ക് അവേഴ്സ് എന്നാണ് നമ്മൾ വിളിക്കുക. ആ സമയത്ത് ഡിമാൻഡ് അധികമായിരിക്കും. മിക്കവാറും കുറേ എക്യുപ്മെന്റ്സ് നമ്മൾ ഓൺ ചെയ്തിടും. അപ്പം നമ്മളെ ലോഡ് റിക്വയർമെന്റ് അധികമായിരിക്കും ഇല്ലേ. അപ്പം നമ്മുടെ മാക്സിമം ഡിമാൻഡ് കണക്റ്റഡ് ലോഡിനേക്കാൾ അധികമാകുമോ ഇല്ലയോ? ഇപ്പം നമ്മുടെ കണക്റ്റഡ് ലോഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിനെ സംബന്ധിച്ച് നോക്കിയാൽ നമ്മുടെ വീട്ടിലുള്ള എല്ലാ എക്യുപ്മെന്റ്സും ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുന്ന അതിലേക്ക് കണക്റ്റഡ് ആയ എല്ലാ ലോഡും ചേർന്നതാണ് കണക്റ്റഡ് ലോഡ്. പക്ഷെ മാക്സിമം ഡിമാൻഡ് വരുന്ന സമയത്ത് നമ്മൾ എല്ലാ ലോഡും ഇടുന്നില്ല, കുറെ അധികം ലോഡ് ഇടുന്നുണ്ട് എന്ന് മാത്രം. അപ്പോൾ ഒരിക്കലും കണക്റ്റഡ് ലോഡ് ഒരിക്കലും അല്ല, മാക്സിമം ഡിമാൻഡ് ഒരിക്കലും കണക്റ്റഡ് ലോഡിനേക്കാൾ അധികമാവില്ല. മാക്സിമം പോയി ഇനിയിപ്പം ഏറ്റവും വലിയ പോസിബിലിറ്റി എടുത്ത് ഇനിയിപ്പം മാക്സിമം 1 വരെ ആകാം, ഒരേപോലെ ആകാം. എല്ലാ എക്യുപ്മെന്റ്സും ഇടേണ്ട ഒരു പ്രത്യേക അടിയന്തര സാഹചര്യം വന്നിരിക്കാം. അത്രയും മാക്സിമം വരാൻ നോക്കൂ. സാധാരണഗതിയിൽ മാക്സിമം ഡിമാൻഡ് നമ്മുടെ കണക്റ്റഡ് ലോഡിനേക്കാളും കുറവായിരിക്കും. നെക്സ്റ്റ് ഇസ് ഡിമാൻഡ് ഫാക്ടർ. It is the ratio of maximum demand on the station to its connected load. നമ്മുടെ ആ ഒരു സിസ്റ്റത്തിലേക്ക് കണക്ട് ചെയ്ത എല്ലാ ലോഡും ബൈ ദ മാക്സിമം നമ്മുടെ സംഭവിക്കാവുന്ന മാക്സിമം ഡിമാൻഡ് ബൈ അതിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന എല്ലാ ലോഡും. ഇത് സ്വാഭാവികമായി എന്തായിരിക്കും? ലെസ് ദാൻ 1 ആയിരിക്കും. This value will be less than 1 ആയിരിക്കും. ഇനി ഡിമാൻഡ് ഫാക്ടറിന്റെ എക്സ്പ്രഷൻ എഴുതിക്കഴിഞ്ഞാൽ ഡിമാൻഡ് ഫാക്ടർ ഈസ് ഈക്വൽ ടു മാക്സിമം ഡിമാൻഡ് ബൈ കണക്റ്റഡ് ലോഡ്.